നമസ്കാരം. നമസ്കാരം. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ബിന്ദു പണിക്കർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കേസിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയതോടെ പലരും കൂറുമാറിയതായിട്ട് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. നടൻ സിദ്ദീഖ്, ഇടവേള ബാബു, ഭാമ, ബിന്ദു പണിക്കർ തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖർ കോടതിയിൽ മൊഴി മാറ്റിയെന്നുള്ള ഒരു പ്രോസിക്യൂഷൻ വാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഉൾപ്പെടെ 20ഓളം സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗത്ത് ചേർന്നു എന്നാണ് ആരോപിക്കപ്പെട്ടിരുന്നത്. നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് മുതൽ അമ്മ ഷോയുടെ റിഹേഴ്സൽ സമയത്ത് നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു സിനിമാ താരങ്ങളിലും നിന്നും പ്രധാനമായും മൊഴിയെടുത്തിരുന്നത്. ഇവരെല്ലാം കൂറുമാറിയതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ താൻ കൂറുമാറിയെന്ന ആരോപണം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ നമുക്ക് നന്നായിട്ട് അറിയാം, മലയാള സിനിമയിൽ നിരവധി കാലമായിട്ട് നിരവധി കഥാപാത്രങ്ങൾ, ആർക്കും ചെയ്യാൻ പറ്റാത്ത പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇന്നും മലയാള സിനിമ ചെയ്യുന്ന നടിയാണ് ബിന്ദു പണിക്കർ. അപ്പൊ ബിന്ദു പണിക്കരും ഈ ഒരു നടി ആക്രമിച്ച കേസിൽ ഒരാളായിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ആ സമയത്ത് പലരും ഉണ്ടായിരുന്നു മൊഴി നൽകാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു ബിന്ദു പണിക്കരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ബിന്ദു പണിക്കർ മൊഴി മാറ്റിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ആ വിഷയത്തിൽ എനിക്ക് ഒരു റോളും ഇല്ലായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയാണെങ്കിലും കാവ്യമാധവനാണെങ്കിലും മഞ്ജു വാര്യരാണെങ്കിലും ദിലീപ് ആണെങ്കിലും എനിക്ക് എല്ലാവരോടും ഒരുപോലെ ആയിരുന്നു എന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത്. പക്ഷെ തന്നോട് പോലീസുകാർ ചോദിച്ചത് അവിടെ ആ സമയത്ത് അങ്ങനെ ഒരു അടി ഉണ്ടായത് ബിന്ദു കണ്ടോ എന്നായിരുന്നു. അങ്ങനെ പോലീസ് ആവർത്തിച്ച് ചോദിച്ചതാണ്, നിങ്ങൾ അങ്ങനെ ഒരു അടി കണ്ടോ? പക്ഷെ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല എന്നാണ് ബിന്ദു പണിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതേ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് ബിന്ദു പണിക്കർ പറയുകയുണ്ടായി. ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തില് ഒരേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ ഞാൻ കൂറുമാറിയെന്ന് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് ബിന്ദു പണിക്കർ പറയുന്നുണ്ട്. ആ സമയത്ത് ബിന്ദുവും പിന്നെ കൽപ്പന ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു എന്ന് സിദ്ദിഖും ദിലീപും പറഞ്ഞല്ലോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും എന്നോട് ചോദിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം എങ്ങനെയാണ് കണ്ടു എന്ന് പറയുന്നത് എന്നായിരുന്നു പോലീസിന് ബിന്ദു കൊടുത്ത മൊഴി. ആ ഒരു മൊഴി ഏറ്റവും കൂടുതൽ വൈറലും ആയിരുന്നു. അത് മാത്രമല്ല, കോടതിയിലും ഈ ഒരു മൊഴി തന്നെ ബിന്ദു പണിക്കർ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ പിന്നീട് കേൾക്കുന്നത് അന്ന് പിന്നീട് കേട്ടത് അന്നും കൂറുമാറിയെന്നാണ്. അതായത് ബിന്ദു പണിക്കർ കൂറുമാറി, അന്നും ഇന്നും എന്നും ഒരേ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ബിന്ദു പണിക്കർ പറയുമ്പോഴും എന്തുകൊണ്ട് കൂറുമാറി എന്ന് പറയുന്നത് തനിക്ക് അറിയത്തില്ല. അത് എന്താന്ന് വെച്ചാൽ അന്വേഷണ സംഘം ഇവർക്ക് കുറച്ച് പേപ്പറുകൾ കൊണ്ടു കൊടുത്തിരുന്നു. അപ്പൊ എന്നിട്ട് നോക്കി പറഞ്ഞാൽ മതിയെന്നാണ് നിർദ്ദേശിച്ചത്. അത് സ്വാഭാവികമായിട്ടും പോലീസുകാർ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം തുടക്കം മുതലേ പറയുന്നുണ്ട്, പോലീസുകാരും ചില പോലീസുകാർ ദിലീപിന് കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ദിലീപ് പ്രതിയാണെന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞു. അത് എങ്ങനെയെങ്കിലും തെളിയിക്കണം, അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ ചിലർ, എല്ലാ പോലീസുകാരെയും പറയുന്നില്ല, അതിൽ ചിലർ അതിൽ ശ്രമിച്ചിരുന്നു. അതിനുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ ബിന്ദു പണിക്കർ പറഞ്ഞത്. അന്വേഷണ സംഘം ഇവർക്ക് കുറച്ച് പേപ്പറുകൾ കൊണ്ട് കൊടുത്തിരുന്നു, എന്നിട്ട് നോക്കി പറഞ്ഞാൽ മതിയെന്നാണ് നിർദ്ദേശിച്ചത്. അപ്പോഴും തങ്ങൾ കണ്ടോ ഇല്ലയോ അതൊന്നുമല്ല, നമ്മൾ പറയുന്നത് എന്താണോ അത് പറയാനുള്ളത്. അപ്പോൾ ഞാനാണ് പറയുന്നത്, നീ ഇത് കണ്ട് നോക്കി പറയാന്ന്. അപ്പോൾ നീ കണ്ട കാര്യം പറഞ്ഞാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നാണ് എടുത്തോണ്ട് പോയത്. എന്നോട് കൂടെ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അത് ശരിയല്ല പറഞ്ഞതെന്ന് ഞാൻ മറുപടി മുറിയിൽ പോയിട്ട് മാറിയിരുന്നു. പിന്നീട് ഇവൾ പറഞ്ഞതിൽ പലതും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്ന് സായ്കുമാറും ഇതിൽ വ്യക്തമാകുന്നുണ്ട്. അതായത് ഈ മൊഴി എടുക്കുന്ന സമയത്ത് സായ്കുമാറിന്റെ അടുത്ത് വന്നിരിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്ദു പണിക്കർ. പക്ഷെ വേണ്ട, ഞാൻ മാറിയിരുന്നോളാം എന്ന് പറഞ്ഞു. മാത്രമല്ല, ബിന്ദു പണിക്കർ ഉള്ള സമയത്ത്, ഇപ്പൊ സായ്കുമാർ ഉള്ള സമയത്ത് തന്നെ എഴുതി കൊടുത്ത ആ ഒരു മൊഴിയോ ഒന്നുമല്ല പിന്നീട് ഉണ്ടായിരുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ വന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എടുത്തോണ്ട് പോയ ആ സ്റ്റേറ്റ്മെന്റ് പിന്നീട് നോക്കിയ സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അതിലുണ്ടായിരുന്നത്. വേറെ മറ്റു കാര്യങ്ങളാണ് ബിന്ദു പണിക്കർ പറഞ്ഞ പലതും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് സായ്കുമാറും വ്യക്തമാക്കുന്നത്. അപ്പൊ നേരത്തെയും ബിന്ദു പണിക്കർ ഇതേക്കുറിച്ച് സംസാരിച്ചൊരു കാര്യമുണ്ട്. സത്യത്തിൽ താൻ എങ്ങനെയാണ് ഈ സാക്ഷി പട്ടികയിൽ വന്നത് എന്ന് പോലും അറിയില്ല എന്നാണ് ബിന്ദു പണിക്കർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഒന്നിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടാവാം തന്നെ സാക്ഷിയാക്കിയതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് സാക്ഷിയാക്കുമോ, അത് സംശയമാണ്. അപ്പൊ എന്നാൽ ഞാൻ പോലീസിന് കൊടുത്ത മൊഴിയെ കുറിച്ച് പുറത്തു വന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് ബിന്ദു പണിക്കർ ഉറപ്പിച്ചു പറയുന്നു. കാരണം ഒരു അടച്ചിട്ട മുറിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വന്നത്. അത് എങ്ങനെയാണ് ഇങ്ങനെ മാറ്റി പറയുന്നത്, അത് എങ്ങനെ പുറലോകം അറിയും എന്നറിയില്ല എന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത്. കാരണം
അത് ശരിയാണ്. നമ്മൾ പോലീസുകാരുടെ അടുത്ത് നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് കാര്യം പറഞ്ഞാൽ പോരെ അല്ലേ? ഇത്രയും അടച്ചിട്ട മുറിയിൽ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അത് പറഞ്ഞത് പോലും പുറത്ത് വരാണ്ട് മറ്റുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. പക്ഷെ പുറത്തു വന്നതൊന്ന് അവസാനം കുറ്റക്കാരിയാക്കിയത് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജു പൗലോസിനെ പരിചയപ്പെട്ടതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു അല്ലെ? അതെ, ബിജു പൗലോസിനെ പരിചയപ്പെട്ടതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ ബിന്ദു പണിക്കർ പറയുന്നുണ്ടായിരുന്നു. ടിവിയിലൊക്കെ കാണാം എന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ ഒരു കൂട്ടുകാരിക്കൊപ്പം ലുലുമാളിൽ പോയപ്പോഴാണ് ആദ്യമായി ബിജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ താൻ കാണുന്നത്. അതിനുശേഷം അന്ന് ഞാൻ പരിചയപ്പെട്ടു. പിന്നീട് എന്നെയും സാക്ഷി പട്ടികയിൽ പെടുത്തുകയായിരുന്നു എന്ന് പുറത്ത് വെച്ച് പരിചയപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ, അത് മാത്രമല്ല ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയില് ബിന്ദു പണിക്കർ നടിക്ക് അനുകൂല മൊഴിയാണ് നൽകിയത്. പിന്നീട് വിചാരണ കോടതിയിൽ കൂറുമാറി ദിലീപിന് അനുകൂലമായ മൊഴി നൽകി എന്നാണ് പിന്നീട് അതിനുശേഷം പുറത്തു വന്ന വാർത്തകൾ. അന്ന് കേസിൽ ദിലീപിനെതിരായ ഉറച്ചു നിന്ന ഒരു താരം കുഞ്ചാക്കോ ബോബനായിരുന്നു. അതെ, ഇത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു. ദിലീപ് ഇടപെട്ട് ഇരയാക്കപ്പെട്ട നടിയുടെയും മഞ്ജുവാരുടെയും സിനിമാ അവസരങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയെന്നായിരുന്നു കുഞ്ചാക്കോ ബോബൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴി. ചിലരൊക്കെ കൂറുമാറിയപ്പോൾ കോടതിയിലും അത് അദ്ദേഹം ആവർത്തിച്ചു. ഇതിന് നടനെ അഭിനന്ദിച്ചും പല രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ദിലീപ് നായകനായി എത്തുന്ന ഇപ്പോ വളരെ ഒരു എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തിരിച്ചുവരവ് തന്നെയാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല 150ാമത്തെ ചിത്രം കൂടിയാണ്, അത് എടുത്തു പറയണം. ദിലീപിന്റെ ഇത്രയും നാളും കണ്ട സിനിമകൾ ഇപ്പോ എല്ലാവരും പറയുന്നത് ഒന്ന് മാറ്റി പിടിക്കണം, ഇതൊക്കെ പഴഞ്ചനായിപ്പോയി, ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ദിലീപിന് വീണ്ടും ഉയർന്നു വരാൻ സാധിക്കുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് തന്റെ കരിയറിലെ ഒരു ബെസ്റ്റ് മൂവി ആയിരിക്കുമെന്ന് ദിലീപ് പറയുന്നുണ്ട്. ബിന്ദു പണിക്കരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് തന്നെയാണ് ബിന്ദു പണിക്കർ പറഞ്ഞത്. മലയാള സിനിമ ഇപ്പൊ ദിലീപിന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പണ്ട് തൊട്ടേ ദിലീപിന്റെ നിരവധി സിനിമകൾ ബിന്ദു പണിക്കറുണ്ട്. അമ്മയായിട്ടും പിന്നെ സഹോദരിയായിട്ടും ഒരുപാട് വേഷങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ദിലീപിനെ നന്നായി മലയാള സിനിമാ പ്രേക്ഷകർക്കും സിനിമയിലുള്ളവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ അതിലൊരാൾ തന്നെയാണ് ബിന്ദു പണിക്കർ എന്ന് പറയുന്നത്. എത്രയോ കാലമായിട്ട് കാണുന്നതല്ലേ. അപ്പോ ആ സമയത്ത് ഈ ഒരു കേസ് വന്നപ്പോൾ എന്താണ് പറയാനുള്ളത് അതാണ് പറഞ്ഞത്. കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും കണ്ടു എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ പറഞ്ഞതിനെക്കാട്ടി വിപരീതമായിട്ടൊരു കാര്യം പറയാം. അത് മാത്രമല്ല, മൊഴി മാറ്റി പറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചടിച്ചു, അതിജീവിതയ്ക്കെതിരെ പറഞ്ഞു. തീർച്ചയായിട്ടും അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം, അതിജീവിതയ്ക്കെതിരായി ആരും ഇവിടെ സംസാരിക്കുന്നില്ല. ദിലീപ് കുറ്റക്കാരനല്ല എന്നും ഇവിടെ ആരും സമർത്ഥിക്കുന്നില്ല. കുറ്റക്കാരനാണെങ്കിൽ കോടതി അത് തെളിയിക്കട്ടെ എന്നാണ് പറയുന്നത്. കോടതിയിൽ തെളിയട്ടെ, കോടതി പറയട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. ബിന്ദു പണിക്കർ അത് തന്നെയാണ് പറയുന്നത്. തെറ്റുകാരനാണെങ്കിൽ കോടതി പറയട്ടെ, അല്ലാതെ മൊഴി മാറ്റി. അപ്പൊ നമുക്ക് മൊഴി കൊടുക്കാന്ന് പറയുമ്പോൾ, ഒരു സാക്ഷി ഒരു മൊഴി കൊടുക്കാന്ന് പറയുമ്പോൾ അത് പോലീസുകാർ പറയുന്നവരെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് എന്തിനാണ്, നമ്മളൊരു പൗരൻ എന്താണോ പറയാനുള്ളത് അതല്ലേ പറയേണ്ടത്. അത് വളച്ചൊടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പോലീസ് എഴുതി കൊടുക്കുന്ന രീതിയിൽ പറയുക, അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മൊഴി മാറ്റുക എന്നുള്ളതാക്കിയിട്ട് അവസാനം വെച്ചിട്ട് മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുക, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരാള് ഒരു കാര്യം പറയുമ്പോൾ അവർ അത്രത്തോളം വിശ്വാസത്തോടു കൂടി ആയിരിക്കും പറയുന്നത്, ഇത് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അത് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു സംഭവം കൂടി അതിലുണ്ട്. ദിലീപിനെ അറിയുന്നവർ പലരും പറയുന്നുണ്ട് ദിലീപ് ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പോ അങ്ങനെയുള്ളപ്പോൾ ദിലീപ് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ, ഒരു ചെറിയ മൊഴി. അത് എങ്ങനെയാണ് സാക്ഷി പട്ടികയിൽ ആയതെന്ന് പോലും അറിയില്ല എന്നാണ് ബിന്ദു പണിക്കർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ മൊഴി കൊടുക്കാൻ എത്തി. താനൊരു പോലീസിനെ കണ്ടത് മാത്രമേ ബിന്ദു പണിക്കറിന് ഓർമ്മയുള്ളൂ. അതിനുശേഷം സംഭവിച്ചതെല്ലാം മായ. എന്തായാലും ദിലീപ് ഇപ്പോൾ തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണ്. അപ്പൊ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വളരെ നല്ലതുപോലെ തന്നെ തിയേറ്ററിൽ എത്തുകയും ആ ഒരു സിനിമ വിജയിക്കുകയും ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപും പറയുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ദിലീപ് സ്റ്റീഫൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിർമ്മാതാവാണ്. അപ്പൊ ലിസ്റ്റിൻ പറഞ്ഞത് ഒരുപാട് നടന്മാരെ വെച്ച്, പണ്ടത്തെ തന്റെ ഹീറോ ആയിരുന്നു ദിലീപ്. പണ്ട് കണ്ട സിനിമകളിൽ മലയാള സിനിമയിലെ ഹീറോ ആയിരുന്നു ദിലീപ്. അപ്പോ ദിലീപിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള നടന്മാരെ വെച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ കടികട്ടിയാണ് എന്നുള്ള രീതിയാണ് വരുന്നത്. കാരണം ദിലീപും പറഞ്ഞു, പോകുന്നവരും വരുന്നവരും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ലിസ്റ്റിന് എടുത്ത് ചോദിക്കുകയും ചെയ്തു, എന്ത് പറ്റി ദിലീപേട്ടനെ ഇത്രയും മോശമായിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്? അത് ദിലീപ് പറഞ്ഞത്, എനിക്ക് ശീലമായി. നീ ആദ്യമായിട്ടല്ലേ എന്റെ കൂടെ സിനിമ ചെയ്യുന്നത്, നിനക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശീലമായിക്കോളാം. ഇതൊക്കെ എനിക്ക് ഇപ്പൊ അത്ര പുത്തരിയൊന്നും അല്ല. പോകുന്നവരും വരുന്നവരും അടിക്കുക, അത്രയും ജീവിതത്തിൽ അടിയേറ്റു കഴിഞ്ഞു എന്ന്. അതിന് ദിലീപ് ഉപമ പറഞ്ഞത് ശ്രീനിവാസന്റെ ഒരു സിനിമ പറഞ്ഞിട്ടാണ്. അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം തന്നെ ഇങ്ങനെ തലയിലിട്ട് കൊട്ടിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ തനിക്ക് ഉണ്ടാവുന്നത്
വന്നതെന്ന് ദിലീപ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല സിനിമയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിനുശേഷം ദിലീപ് 2 വർഷത്തോളം സിനിമകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ വീണ്ടും സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാമലീലയായിരുന്നു ദിലീപിന്റെ ഏറ്റവും ഒരു അവസാനം ഇറങ്ങിയ സിനിമയില് സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. പക്ഷെ പിന്നീട് ഇറങ്ങിയ സിനിമകളൊന്നും വിജയിച്ചില്ല. പടം പൊട്ടി ഒ ടി ടിയിൽ പോലും അത് വളരെ പരാജയമായിരുന്നു, അല്ലെങ്കിൽ OTT-യിൽ പോലും സ്വീകരിച്ചില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഒരു നടനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം അനുഭവിച്ച ഒരു നടനാണ് ദിലീപ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മളും പറയുന്നു കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, അല്ലാതെ കോടതി വിധി വരുന്നതിന് മുന്നേ തന്നെ അയാൾ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാതിരിക്കട്ടെ. എന്തായാലും വിധി വരുമ്പോൾ നമുക്ക് നോക്കാലോ ആരാണ്, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരിയെന്ന്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാം. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.